गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै ശ്രീഗുരവേ നമഃ. ധർമ്മഞ്ചര ചാനലിൻ്റെ എല്ലാ വീക്ഷകർക്കും നമസ്കാരം. ഞാൻ ഗുരു കേശവ ഭട്ട് പുളിഞ്ഞിടക്ക. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. എന്നാലും എൻ്റെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാണ്ട് അങ്ങനെ നിൽക്കുന്ന വീക്ഷകർക്ക് വളരെ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ കേരളത്തിലിപ്പോൾ ഓണമൊക്കെയാണ്. ഓണത്തിൻ്റെ എല്ലാവരും തയ്യാറെടുപ്പിലായിരിക്കും. എല്ലാവർക്കും നേരത്തെ തന്നെ ഒരു ഓണാശംസകൾ എൻ്റെ വകയിൽ. പിന്നെ അതുപോലെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും കുറേ കഥകളും ഒക്കെ ഇതിൽ ഇനിയും വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. കണ്ട ആൾക്കാർ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കുറേ കുട്ടികൾക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ ആരും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രാതസ്മരണ അതുപോലത്തെ ശ്ലോകങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗം. പിന്നെ താന്ത്രികമായിട്ടുള്ള വല്ല പൂജാതി കർമ്മങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും എന്നെ ബന്ധപ്പെടാം. ഇതിലെ ഈ വീഡിയോയിലെ താഴോട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭാരതത്തിൽ എവിടെ ഉണ്ടെങ്കിലും തന്ത്രത്തിൻ്റെ പൂജകൾ ഏതെങ്കിലും ജ്യോത്സ്യനെ പോയി കാണുമ്പോൾ എന്തെങ്കിലും ഒരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് തിരുമേനിമാർ കിട്ടിയില്ല എന്നുള്ള സമയത്ത് വേണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഉണ്ടെങ്കിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ വന്ന് ചെയ്തു തരും. ഗണപതി ഹോമോ, മൃത്യുഞ്ജയ ഹോമോ അഥവാ സുദർശന ഹോമോ, എന്ത് കർമ്മങ്ങളാണെങ്കിലും അത് വന്നിട്ട് ചെയ്തു തരും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ, പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രണയത്തിന് കുറേ കഥകളുണ്ട്, പ്രണയ സംബന്ധമായിട്ട്. അതിൽ രാധാകൃഷ്ണൻ്റെ കഥ വരും, ശാകുന്തളയുടെ കഥ വരും, പിന്നെ ശിവപാർവതിയുടെ കഥ വരും. അങ്ങനെയുള്ള കഥകളുടെ ഇടയ്ക്ക് ഒരു വിശേഷപ്പെട്ട ഒരു കഥയാണ് നള ദമയന്തിയുടെ ഒരു കഥയാണ്. അപ്പോൾ ഈ കലി വന്നിട്ട് നളനെ മാനസിക പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ ദമയന്തിനെ വിട്ടുപോകുന്നു. പിന്നീട് അവൻ തിരിച്ചെങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കർക്കോടകസ്യ നാഗസ്യ ദമയന്ത്യാ നളസ്യ ച ഋതുപർണസ്യ രാജശ്രീ കീർത്തനം കലിനാശനം എന്നാണ്. അതായത് കലി എന്ന് പറയുന്നത് മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചിന്തകൾ മാറ്റി കൊടുത്തിട്ട് വേറെ രീതിയിലേക്ക് ആക്കുന്ന ഒരു ശക്തിയാണ് ഈ കലി എന്ന് പറയുന്ന ഒരു ദുഷ്ടരാക്ഷസൻ. അപ്പോൾ ഈ കലി മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല, വേറെന്തെങ്കിലുമൊക്കെ ആവും. നമ്മളെ ഈ കലി എന്ന് പറയുന്ന കലി കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇത് ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം പറയണം. ഈ ശ്ലോകം സ്മരിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി ആ ശ്ലോകം ചൊല്ലി കൊടുക്കുക. രാവിലെ എന്നും എന്നിട്ട് ഈ ശ്ലോകം ചൊല്ലി കൊടുക്കുക. കർക്കോടകസ്യ നാഗസ്യ ദമയന്ത്യാ നളസ്യ ച ഋതുപർണസ്യ രാജശ്രീ കീർത്തനം കലിനാശനം എന്നാണ് കേട്ടോ. നിഷധ രാജ്യത്തെ രാജാവായിരുന്നു നളൻ. ധർമ്മനിഷ്ഠനും സത്യസന്ധനും ധീരനും ജനങ്ങളെ സ്നേഹിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. കുതിരകളെയും രഥത്തെയും അസാധാരണമായ കഴിവുണ്ടായിരുന്നു. പാചകത്തിലും അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. വിദർഭ രാജ്യത്തിന്റെ രാജാവായിരുന്നു ഭീമൻ. അദ്ദേഹത്തിന് അതീവ സുന്ദരിയും ഗുണവതിയുമായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ദമയന്തി. ഒരു ദിവസം നളൻ ദമയന്തിയുടെ സൗന്ദര്യത്തെയും ഗുണങ്ങളെയും കുറിച്ച് കേട്ടു. അതുപോലെ ദമയന്തിയും നളന്റെ ധൈര്യത്തെയും ഗുണങ്ങളെയും കുറിച്ച് കേട്ടു. പരസ്പരം നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരാളോടൊരാൾ സ്നേഹം വളർന്നു. ഒരു ദിവസം നളൻ ചില മനോഹരമായ ഹംസങ്ങളെ കണ്ടു.
അവയിലൊന്നിനെ പിടിച്ചു. ആ ഹംസം നളനോട് പറഞ്ഞു, ഞാൻ ദമയന്തിയുടെ അടുത്തേക്ക് പോയി നിന്നെക്കുറിച്ച് പറയാം. ഹംസം ദമയന്തിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. നളന്റെ സൗന്ദര്യം, വീര്യം, ധർമ്മനിഷ്ഠ, നല്ല സ്വഭാവം എന്നിവയെക്കുറിച്ച് പറഞ്ഞു. ദമയന്തിയുടെ മനസ്സ് നളനിൽ കൂടുതൽ ഉറച്ചു. ദമയന്തിയുടെ പിതാവ് അവൾക്കായി ഒരു സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. വാർത്തയറിഞ്ഞ് അനേകം രാജാക്കന്മാർ വിദർഭത്തിലെത്തി. ദമയന്തിയെ വിവാഹം ചെയ്യാൻ ദേവന്മാരായ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നിവരും ആഗ്രഹിച്ചു. ദേവന്മാർ വഴിയിൽ നളനെ കണ്ടു. അവർ നളനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ദൂതനായി ദമയന്തിയുടെ അടുത്തേക്ക് പോയി ഞങ്ങളിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കാൻ അവളോട് പറയണം. ദേവന്മാരുടെ വാക്കനുസരിച്ച് നളൻ ദമയന്തിയുടെ അടുത്തേക്ക് പോയി. അവൻ ദേവന്മാരുടെ സന്ദേശം അറിയിച്ചു. ദമയന്തി പറഞ്ഞു, എന്റെ മനസ്സ് ഇതിനകം നളനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. സ്വയംവരത്തിൽ ഞാൻ നളനെയാണ് തിരഞ്ഞെടുക്കുക. സ്വയംവര ദിവസം ദേവന്മാരും നളനും രാജസഭയിലെത്തി. ദേവന്മാർ നളന്റെ രൂപം സ്വീകരിച്ചു. അങ്ങനെ ദമയന്തിയുടെ മുന്നിൽ 5 നളന്മാർ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ദമയന്തി യഥാർത്ഥ നളനെ തിരിച്ചറിഞ്ഞു. ദേവന്മാരുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ലായിരുന്നു. അവർ കണ്ണുകൾ ചിമ്മിയിരുന്നില്ല. അവരുടെ ശരീരത്തിൽ വിയർപ്പും ഉണ്ടായിരുന്നില്ല. ദമയന്തി നളനെ തിരിച്ചറിഞ്ഞ് അവന്റെ കഴുത്തിൽ വരമാല അണിയിക്കുന്നു. അവർ വിവാഹിതരാകുന്നു. ദേവന്മാർ അവരെ അനുഗ്രഹിക്കുന്നു. ദമയന്തി നളനെ തിരഞ്ഞെടുത്തതിൽ കലി എന്ന ദുഷ്ടശക്തിക്ക് വലിയ കോപമുണ്ടായി. നളനെയും ദമയന്തിയെയും വേർപെടുത്തുമെന്ന് കലി പ്രതിജ്ഞ ചെയ്തു. എന്നാൽ നളൻ ധർമ്മനിഷ്ഠനായതിനാൽ ഏറെക്കാലം കലിക്ക് അവന്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചില്ല. ഒടുവിൽ ഒരു ചെറിയ ധാർമ്മിക വീഴ്ച സംഭവിച്ചപ്പോൾ കലി നളനെ ബാധിച്ചു. നളന്റെ സഹോദരനായ പുഷ്കരൻ അവനെ പാശകളിക്ക് ക്ഷണിച്ചു. കലിയുടെ സ്വാധീനത്തിൽ നളന് വിവേകം നഷ്ടപ്പെട്ടു. അവൻ ഒന്നിനു പിന്നാലെ ഒന്നായി തന്റെ സമ്പത്തും സ്വർണവും കുതിരകളും ആനകളും ഒടുവിൽ രാജ്യവും നഷ്ടപ്പെടുത്തി. നളന് എല്ലാം നഷ്ടമായി. ദമയന്തി തന്റെ ഭർത്താവിനെ വിട്ടുപോകാൻ തയ്യാറായില്ല. അവൾ നളനോടൊപ്പം രാജ്യം വിട്ട് കാട്ടിലേക്ക് പോയി. നളനും ദമയന്തിയും കാട്ടിൽ വളരെ കഷ്ടപ്പെട്ടു. ഭക്ഷണവും വസ്ത്രവുമില്ലാതെ അവർ പല ദിവസങ്ങളും അലഞ്ഞു നടന്നു. ഒരിക്കൽ നളൻ ചില പക്ഷികളെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ പക്ഷികൾ അവന്റെ വസ്ത്രം എടുത്തുകൊണ്ട് പറന്നുപോയി. നളൻ വളരെ ദുഃഖിതനായി. കലിയുടെ സ്വാധീനത്തിൽ അവന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. ഒരു രാത്രി ദമയന്തി ഉറങ്ങിക്കിടക്കുമ്പോൾ നളൻ അവളെ കാട്ടിൽ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോയി. ദമയന്തി ഉണർന്നപ്പോൾ നളനെ കാണാനില്ലായിരുന്നു. അവൾ ഭർത്താവിനെ അന്വേഷിച്ച് കാട്ടിലലഞ്ഞു. വളരെയധികം കഷ്ടപ്പെട്ട ശേഷം അവൾ തന്റെ പിതാവിന്റെ രാജ്യമായ വിദർഭത്തിലേക്ക് മടങ്ങി. കാട്ടിൽ നളൻ കർക്കോടകൻ എന്ന സർപ്പത്തെ കണ്ടുമുട്ടി. കർക്കോടകൻ നളനെ സഹായിക്കാനായി അവനെ കടിച്ചു. അതിന്റെ ഫലമായി നളന്റെ രൂപം മാറി. അവൻ ബാഹുകൻ എന്ന പേരിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് നളൻ അയോധ്യയിലെ രാജാവായ ഋതുപർണന്റെ അടുത്തെത്തി. അവിടെ അവൻ രഥസാരഥിയായി ജോലി ചെയ്തു. നളന് കുതിരകളെയും രഥത്തെയും അതിവേഗത്തിൽ നിയന്ത്രിക്കാനുള്ള അസാധാരണമായ കഴിവുണ്ടായിരുന്നു. പാചകത്തിലും അവൻ പ്രാവീണ്യം കാണിച്ചു. ഋതുപർണന് പാശകളിയിൽ വലിയ അറിവുണ്ടായിരുന്നു. നളന് കുതിരകളെയും രഥത്തെയും കുറിച്ചുള്ള അതുല്യമായ അറിവും ഉണ്ടായിരുന്നു. ഇരുവരും പരസ്പരം തങ്ങളുടെ കഴിവുകൾ പഠിച്ചു. അങ്ങനെ നളന് വീണ്ടും പാശകളിയുടെ രഹസ്യങ്ങൾ മനസ്സിലായി. ദമയന്തി നളനെ കണ്ടെത്താൻ ഒരു ബുദ്ധിപൂർവമായ പദ്ധതി തയ്യാറാക്കി. അവൾ വീണ്ടും ഒരു സ്വയംവരം നടത്താൻ പോകുന്നു എന്ന വാർത്ത പരത്തി. ഈ വാർത്ത ഋതുപർണന്റെ ചെവിയിലും എത്തി. ഋതുപർണൻ ഉടൻ വിദർഭത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ ബാഹുകനായ നളനോട് പറഞ്ഞു, എനിക്ക് വളരെ വേഗത്തിൽ വിദർഭത്തിലെത്തണം. നളൻ രഥം ഒരുക്കി. അവൻ അതിവേഗത്തിൽ രഥം ഓടിച്ചു. നളന്റെ രഥചാലനത്തിന്റെ വേഗവും രീതിയും കണ്ടപ്പോൾ ദമയന്തിക്ക് സംശയം തോന്നി. അവൾ ചിന്തിച്ചു, ഇത്രയും അത്ഭുതകരമായി രഥം ഓടിക്കാൻ കഴിയുന്നത് നളന് മാത്രമാണ്. ദമയന്തി ബാഹുകനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവന്റെ സംസാരരീതി, രഥമോടിക്കുന്ന രീതി, പാചകം ചെയ്യുന്ന രീതി, പെരുമാറ്റം എന്നിവയെല്ലാം അവൾ ശ്രദ്ധിച്ചു. അവസാനം അവൾക്ക് ഉറപ്പായി, ബാഹുകൻ മറ്റാരുമല്ല, തന്റെ ഭർത്താവായ നളൻ തന്നെയാണ്. ദമയന്തി നളനോട് സത്യം ചോദിച്ചു. നളൻ തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. കർക്കോടകന്റെ അനുഗ്രഹത്താൽ നളന്റെ യഥാർത്ഥ രൂപവും പിന്നീട് തിരിച്ചുകിട്ടി. നളൻ പാശകളിയുടെ രഹസ്യം വീണ്ടും മനസ്സിലാക്കിയിരുന്നു. അവൻ തന്റെ സഹോദരനായ പുഷ്കരനെ വീണ്ടും പാശകളിക്ക് ക്ഷണിച്ചു. ഈ തവണ നളൻ വിജയിച്ചു. അവന് തന്റെ നഷ്ടപ്പെട്ട നിഷധ രാജ്യം തിരികെ ലഭിച്ചു. നളനും ദമയന്തിയും വീണ്ടും ഒന്നായി. അവർ സന്തോഷത്തോടെ ജീവിക്കുകയും രാജ്യം ഭരിക്കുകയും ചെയ്തു.